മാധവ, നീ എനിക്കൊരു വഴി പറഞ്ഞതാ. എൻ്റെ മോള്, അവളാണ് എനിക്കെല്ലാം. അവളെ എനിക്ക് നഷ്ടപ്പെട്ടാൽ ഈ ജയൻ പിന്നെ ഉണ്ടാവില്ലടാ. ഡാ, നീ എന്തൊക്കെയാ ഈ പറയുന്നത്? അവളെ എങ്ങനെ നിനക്ക് നഷ്ടപ്പെടാനാണ്? ഒരിക്കലും രാധിക ഉദ്ദേശിച്ചത് നടക്കില്ല. മോൾക്ക് 2 വയസ്സുള്ളപ്പോൾ പോയതല്ലേ അവള്. 18 വർഷം കഴിഞ്ഞ് വീണ്ടും മകളെ ആവശ്യപ്പെട്ടുകൊണ്ട് വന്നാൽ എങ്ങനെ അവളെ വിടാനാകും? ഒരു കോടതിയും പറയില്ല അവളെ ഉപേക്ഷിച്ച് പോയ അമ്മയ്ക്കൊപ്പം പോകാൻ. എന്തായാലും നമുക്ക് നല്ലൊരു വക്കീലിനെ കാണാം. അവൾ എൻ്റെയും കൂടി മോളല്ലേടാ. എടാ, മോളോട് പറയണോ ഇപ്പോൾ? പറയണം ജയ, അവളെല്ലാം അറിയണം. 18 വർഷങ്ങൾ കഴിഞ്ഞ് പൊന്നുപോലെ നോക്കുന്ന അച്ഛനിൽ നിന്നും മകളെ വേർപെടുത്താൻ അമ്മ വരുന്നു എന്ന്. എന്താ വേണ്ടത് എന്ന് അവൾ തീരുമാനിക്കട്ടെ. അപ്പോഴേക്കും ഭദ്രയെ വിളിക്കാൻ പോയ വണ്ടി അവളുമായി വന്നിരുന്നു. അവൾ വണ്ടിയിൽ നിന്നിറങ്ങി അകത്തേക്ക് ഓടി വന്നു. അങ്കിൾ, അച്ഛൻ എവിടെ? സെറ്റിയിൽ 2 കൈയും തലയ്ക്ക് കൊടുത്തിരിക്കുന്ന ജയനെ കണ്ട് അവൾ ഓടി അയാൾക്കരികിലെത്തി. അച്ഛാ, എന്താ പറ്റിയത്? അവൾ അയാളുടെ കാൽക്കലേക്കിരുന്നു. അയാൾ മുഖമുയർത്തി മകളെ നോക്കി. അയാളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. അച്ഛൻ്റെ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നത് കണ്ട് അവൾക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. അച്ഛാ, എന്തിനാ എൻ്റെ അച്ഛൻ സങ്കടപ്പെടുന്നത്? ദാ, കണ്ണൊക്കെ നിറഞ്ഞിരിക്കുന്നു. അയാൾ മറുപടിയൊന്നും പറയാതെ അവളെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. പെട്ടെന്ന് അവൾ ചാടി എഴുന്നേറ്റ് മാധവനരികിലെത്തി. എന്താ അങ്കിൾ, എന്തിനാ എൻ്റെ അച്ഛൻ കരയുന്നത്? ചോദിച്ചപ്പോഴേക്കും അവൾ കരയാൻ തുടങ്ങിയിരുന്നു. ജയ, നീ ഇങ്ങനെ സങ്കടപ്പെടാതെ. മോള് കരയുന്നത് കണ്ടോ? അച്ഛനൊന്നുമില്ല മോളെ. അയാൾ എഴുന്നേറ്റ് വന്ന് അവളെ നെഞ്ചോട് ചേർത്തു. അച്ഛാ, അവൾ പൊട്ടിക്കരഞ്ഞു. വെറുതെയെങ്കിൽ പോലും അച്ഛൻ്റെ മുഖം വാടുന്നത് പോലും അവൾക്ക് സഹിക്കില്ല. മോള് വാ, അങ്കിൾ പറയാം. മാധവൻ അവിടെ കൈക്ക് പിടിച്ച് കസേരയിലേക്കിരുത്തി. അങ്കിൾ, അച്ഛന് ഒന്നുമില്ല മോളെ. 20 വർഷം താലോലിച്ച് വളർത്തിയ അവൻ്റെ ജീവനെ ആവശ്യപ്പെട്ടുകൊണ്ട് അവളെ ഉപേക്ഷിച്ചു പോയ അമ്മ വക്കീൽ നോട്ടീസ് അയച്ചാൽ ഏതൊരച്ഛനും തകർന്നു പോകും. അങ്കിൾ എന്താ പറയുന്നത്? രാധിക വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നു, അവളുടെ മകൾ ഭദ്രയെ വിട്ടു നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്. അവളുടെ മുഖത്തൊരു ഞെട്ടലുണ്ടായി. പിന്നെ പതിയെ അതൊരു ചിരിയായി മാറി. ഇതിനാണോ എൻ്റെ അച്ഛൻകുട്ടി ഇങ്ങനെ സങ്കടപ്പെട്ട് ഓടി അങ്കിളിൻ്റെ അടുത്ത് വന്നത്? അങ്കിൾ, ഞാനൊരു പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിയാണ്. എൻ്റെ ഇഷ്ടം എൻ്റെ അച്ഛനൊപ്പം നിൽക്കാനാണ്. പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിയുടെ ഇഷ്ടം എന്താണോ അതിനൊപ്പം മാത്രമേ നിയമം നിൽക്കൂ. ഒരു അധ്യാപകനായ അച്ഛനോട് ഇത് ഞാൻ പറഞ്ഞു കൊടുക്കണോ? മോളെ, നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ അത്ര ഈസിയല്ല കാര്യങ്ങൾ. രാധികയുടെ ഉദ്ദേശം വേറെയാണ്. മോളെ എങ്ങനെയും കൊണ്ടുപോകാൻ അവൾ ശ്രമിക്കും. രാധിക രണ്ടും കൽപ്പിച്ചാണ്. കാശിൻ്റെ പിൻബലത്തിൽ കളിക്കാൻ അവൾ ഒരുങ്ങിയിറങ്ങിയേക്കുവാണ്. ഇങ്ങ് വരട്ടെ അങ്കിൾ, അവരെ കാണാനായി തന്നെയാണ് ഈ ഭദ്രയും കാത്തിരിക്കുന്നത്. മകളെ കൂട്ടിലടച്ചല്ല വളർത്തിയത് എൻ്റെ അച്ഛൻ. പ്രതികരിക്കേണ്ടിടത്ത് പ്രതികരിക്കാനും സ്വാതന്ത്ര്യത്തോടെ നടക്കാനും ആവശ്യത്തിന് തൻ്റെടവും ധൈര്യവും ഒക്കെ തന്നാണ് എൻ്റെ അച്ഛൻ എന്നെ വളർത്തിയത്. എനിക്കറിയാം അവരെ എങ്ങനെ നേരിടണമെന്ന്. അവർ ഉപേക്ഷിച്ചു പോയ 2 വയസ്സുള്ള കുഞ്ഞല്ല ഞാൻ. എനിക്കറിയാം അവരോട് എങ്ങനെ പ്രതികരിക്കണമെന്ന്. അവൾ ഉറച്ച തീരുമാനത്തോടെ കസേരയിൽ നിന്ന് എഴുന്നേറ്റു. അവൾ ജയകൃഷ്ണൻ അരികിലേക്ക് നടന്നു. അച്ഛാ, നമുക്ക് വീട്ടിൽ പോകാം. എന്താ അവർക്ക് ചെയ്യാൻ പറ്റുന്നത് എന്ന് അവർ ചെയ്യട്ടെ. അച്ഛനൊപ്പം എന്നും അച്ഛൻ്റെ ഈ മോൾ കൂടെ ഉണ്ടാകും. പിന്നെന്തിനാ എൻ്റെ അച്ഛൻകുട്ടി സങ്കടപ്പെടുന്നത്? അവൾ അയാളെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചു. മോളെ, തൽക്കാലം മോള് ഇവിടെ നിൽക്ക്. അങ്കിളും അച്ഛനും കൂടി വക്കീലിനെ കണ്ടിട്ട് വരാം. അതിനുശേഷം വീട്ടിൽ പോകാം. അവൾ തല കുലുക്കി. ആൻറ്റി മുറിയിലുണ്ട്. മോളെ നോക്കിയിരിക്കുക. മോൾ അങ്ങോട്ട് ചെല്ല്. ജയകൃഷ്ണനും മാധവും പുറത്തേക്കിറങ്ങി. ആൻറ്റി, അവളുടെ വിളി കേട്ട് വീൽചെയറിലിരുന്ന ശാരദ തിരിഞ്ഞു നോക്കി. ആ, ഭദ്രക്കുട്ടിയോ, ഇങ്ങ് വാ. അവരവളെ കൈകാട്ടി വിളിച്ചു. അവൾ അവർക്കരികിൽ ചെന്നിട്ട് തറയിലേക്കിരുന്നു. അവരുടെ മടിയിലേക്ക് തല ചായ്ച്ചു. അവൾക്കൊരു അമ്മയുടെ വാത്സല്യവും ലാളനയും കിട്ടുന്നത് ആ അമ്മയുടെ മടിത്തട്ടിൽ നിന്നാണ്. അവളുടെ തലയിൽ അവർ തലോടി. എന്താ എൻ്റെ ഭദ്രക്കുട്ടിക്കൊരു വിഷമം? ഒന്നുമില്ല ആൻറ്റി. അങ്കിളെല്ലാം ആൻറ്റിയോട് പറഞ്ഞു. എൻ്റെ മോൾ എന്തിനാ വിഷമിക്കുന്നത്? എൻ്റെ ഭദ്രക്കുട്ടി ഭയങ്കര ധൈര്യശാലിയല്ലേ? അവൾ അവരെ നോക്കി പുഞ്ചിരിച്ചു. ഇനി ഒട്ടും വൈകിപ്പിക്കേണ്ടെന്നാ അങ്കിളിൻ്റെയും ആൻറ്റിയുടെയും മോളുടെ അച്ഛൻ്റെയും തീരുമാനം. ഈ വീട്ടിലേക്ക് എൻ്റെ കണ്ണൻ്റെ കൈ പിടിച്ച് അവൻ്റെ ഭാര്യയായി എൻ്റെ മരുമകളായി വരേണ്ട സമയമായിട്ടുണ്ട്. അവളുടെ മുഖത്ത് ചുവപ്പുരാശി പടർന്നു. അത് കണ്ട് അവർ അവളോട് പറഞ്ഞു. കണ്ണൻ വന്നിട്ടുണ്ട്, മുകളിലുണ്ട്. മോള് പോയി കണ്ടിട്ട് വാ. അവൾ തലകുലുക്കിക്കൊണ്ട് എഴുന്നേറ്റ് മുകളിലേക്ക് ഓടി. അത് കണ്ട് അവർ പുഞ്ചിരിച്ചു. മാധവിൻ്റെയും ശാരദയുടെയും മകനാണ് കണ്ണൻ എന്ന് വിളിക്കുന്ന മിഥുൻ.
മിഥുൻ USA-യിലായിരുന്നു. ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ പഠിക്കാനായി പോയിട്ട് 2 വർഷമായി. 2 വർഷത്തിനു ശേഷം നാട്ടിലേക്ക് വന്നതാണ്. ഓർമ്മ വെച്ച നാൾ മുതൽ വീട്ടുകാർ പറഞ്ഞു കേൾക്കുന്നതാണ് ഭദ്ര കണ്ണനുള്ളതാണെന്ന്. 2 പേരുടെയും മനസ്സിൽ അത് ആഴത്തിൽ പതിഞ്ഞു കിടക്കുന്നുണ്ട്. ഒരു അനിയത്തിക്കുട്ടി ഉണ്ടായിരുന്നു കണ്ണന്. അമ്മയും മകളും സഞ്ചരിച്ച വണ്ടി ആക്സിഡന്റിൽ പെടുകയും മകൾ മരിക്കുകയും ചെയ്തു. പിന്നെയുള്ള ശാരദയുടെ ജീവിതം വീൽചെയറിലായിരുന്നു. ഒരു മകളുടെ സ്നേഹം ഭദ്രയിൽ നിന്നാണ് അവർക്ക് കിട്ടുന്നത്. എല്ലാവരുടെയും പ്രിയപ്പെട്ടവളാണ് ഭദ്ര. അവളോടി അവൻ്റെ മുറിവാതിൽക്കിലെത്തി. വാതിൽ പതിയെ തുറന്നു. അവൻ ബെഡിലിരുന്ന് ലാപ്പിൽ എന്തോ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പോയതിലും സുന്ദരനായല്ലോ കണ്ണേട്ടൻ. ഞാൻ പഠിത്തം മുഴപ്പുമെന്ന് പറഞ്ഞ് ഫോൺ വിളിക്കാറുമില്ലായിരുന്നു. അത് എല്ലാവരുടെയും തീരുമാനമായിരുന്നു. കണ്ണേട്ടാ, അവൾ അവൻ്റെ മുന്നിൽ വന്ന് നിന്ന് വിളിച്ചു. അവൻ തലയുയർത്തി അവളെ നോക്കി. ആ ഭദ്രയോ, നീ എപ്പോൾ വന്നു? സുഖല്ലേ നിനക്ക്? അവൻ ആരുമല്ലാത്തവരോട് ചോദിക്കുന്ന പോലെ ചോദിച്ചിട്ട് വീണ്ടും ലാബിലേക്ക് മുഖം താഴ്ത്തി. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. കാണുമ്പോൾ ഓടി വന്ന് കെട്ടിപ്പിടിക്കുമെന്നാണ് അവൾ കരുതിയത്. പരിചയമില്ലാത്തവരോട് സംസാരിക്കുന്ന പോലെ അവൻ പെരുമാറിയപ്പോൾ അവൾക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. അവൾ അവിടെ നിൽക്കുന്നത് കണ്ട് മുഖമുയർത്തി അവൻ വീണ്ടും ചോദിച്ചു. നിനക്കെന്തേലും പറയാനുണ്ടോ? ഉണ്ടെങ്കിൽ പറഞ്ഞിട്ട് പോ. എനിക്ക് അത്യാവശ്യമായി കുറച്ച് പണിയുണ്ട്. എന്തേലും ഉണ്ടോ? ഇല്ലെന്ന് മുഖം ചലിപ്പിച്ച് കാണിച്ചുകൊണ്ട് അവൾ പുറത്തേക്കിറങ്ങി. സ്റ്റെയർ കയറി ടെറസിലേക്ക് പോയി. തറയിലേക്കിരുന്നു. മുട്ടുകൾക്കിടയിൽ മുഖമമർത്തി വിങ്ങി വിങ്ങി കരഞ്ഞു. എന്നു മുതലാണ് കണ്ണേട്ടന് ഞാൻ അന്യായത്? ഓർമ്മ വെച്ചപ്പോൾ മുതൽ ഇവിടെ നിന്ന് പോകുന്നത് വരെ ഒപ്പം നടന്നതല്ലേ? പരസ്പരം സങ്കടവും സന്തോഷവും പങ്കുവെച്ചതല്ലേ? എന്നിട്ടും വിളിക്കാതിരുന്നപ്പോൾ കരുതിയത് ഞാൻ പഠിത്തത്തിൽ ഉഴപ്പുമെന്ന് കരുതിയാ വിളിക്കാതിരുന്നത് എന്നാണ്. അവിടെ ചെന്നപ്പോൾ കണ്ണേട്ടന് ചേർന്ന പെൺകുട്ടിയെ കണ്ടു കാണും. പലതും അവളുടെ മനസ്സിൽ കൂടി കടന്നുപോയി. പെട്ടെന്ന് അവളെ ആ ഇരുപ്പിൽ കൈക്കുമ്പിളിൽ കോരിയെടുത്തു അവൻ. അവൾ കുതറി. അടങ്ങിയിരിക്കടി. അവൻ അവളുടെ കവളിൽ മൃദുവായി കടിച്ചു. എന്നെ വിട്. അവൾ കുതറി അവൻ്റെ കയ്യിൽ നിന്ന് താഴെ ഇറങ്ങി. മുഖം വീർപ്പിച്ചുകൊണ്ട് മാറി നിന്നു. സോറി ചക്കരെ, വിഷമിപ്പിക്കണമെന്ന് കരുതി ചെയ്തതല്ലേടി. നിനക്ക് എന്നോടുള്ള ഇഷ്ടം കുറഞ്ഞോ എന്നറിയാനാണ് അങ്ങനെ പെരുമാറിയത്. ക്ഷമിക്കടി പെണ്ണെ. അവൾ ദേഷ്യത്തിൽ അവനെ നോക്കിയിട്ട് താഴേക്കിറങ്ങിപ്പോയി. ദൈവേ, കളി കാര്യായോ? തലയിൽ കൈവച്ചുകൊണ്ട് അവൻ പറഞ്ഞു.